കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സ്വർണ്ണപ്പാളി വിവാദം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശ്വസ്തതയും ക്ഷേത്രഭരണത്തിലെ സുതാര്യതയും ചോദ്യം ചെയ്യുന്ന ഒരു ഗുരുതരമായ വിഷയമാണ്. ഈ വിവാദത്തിന്റെ കേന്ദ്രബിന്ദു 2019 ശബരിമല ശ്രീകോവിലേക്ക് സമർപ്പിച്ച സ്വർണ്ണപ്പാളികളും അതുമായി ബന്ധപ്പെട്ട് തന്ത്രിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തലുകളുമാണ്. ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് പിന്മാറിയെന്ന വാർത്ത പല ഉന്നതരുടെ പങ്ക് സംശയിക്കാൻ ഇടയാക്കുകയും വിഷയം കൂടുതൽ ദുരൂഹമാക്കുകയും ചെയ്യുന്നു. 2019 ശബരിമല ശ്രീകോവിലിന് പുതിയ വാതിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ബംഗളൂരു ആസ്ഥാനമായുള്ള ചില ഭക്തരുടെ സഹായത്തോടെയാണ് പുതിയ വാതിൽ നിർമ്മിച്ചത്. എന്നാൽ ഈ വാതിലിന് ഉപയോഗിച്ച പാളികളുടെ സ്വഭാവത്തെ ചൊല്ലിയാണ് നിലവിലെ വിവാദം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിഷയത്തിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ ദേവസ്വം ബോർഡിനെ പ്രതിരോധത്തിലാക്കി. തനിക്ക് ദേവസ്വം ബോർഡ് കൈമാറിയത് ചെമ്പ് പാളികളാണെന്നാണ് രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് പോറ്റി പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നൽകിയത് സ്വർണമോ സ്വർണം പൂശിയതോ ആയ പാളികളാണ്. സ്വർണം കൈമോശം വന്നതിനെ തുടർന്ന് അത് മറച്ചുവെക്കാൻ ബോർഡ് അധികൃതർ മനഃപൂർവ്വം രേഖകളിൽ ചെമ്പെന്ന് രേഖപ്പെടുത്തിയതാകാമെന്നാണ് പോറ്റിയുടെ ആരോപണം. അതായത് സംഭാവനയായി ലഭിച്ച സ്വർണം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് എത്തുമെന്ന സാഹചര്യം ഈ വിഷയത്തിലുണ്ട്. ഈ മൊഴിയാണ് വിജിലൻസിന് ലഭിക്കാതിരിക്കാൻ ചോദ്യം ചെയ്യൽ ഒഴിവാക്കിയതെന്ന വാദത്തിന് ശക്തിയേറുന്നു. വിവാദത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ദേവസ്വം വിജിലൻസിന്റെ നടപടിയാണ്.